രണ്ട് ഭാഗക്കാരുടെയുമാണ് ഈ ഒരു ഭാഗം ഒളവണ്ണ പഞ്ചായത്ത് നിൽക്കുന്നത് എന്ന് തന്നെയാണ് മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കം പറഞ്ഞൊരു കാര്യം. പക്ഷേ ഇരുവരും തമ്മിലുള്ള ഈ തമ്മിൽ തർക്കമാണ് ഇപ്പോഴും അവിടെ ഒരു വികസനം അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള അനാസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്ന് തന്നെയാണ് മുൻ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഒരു അനാസ്ഥയുടെ ഒരു ഇര തന്നെയാണ് ശശി എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ ബസ് സ്റ്റോപ്പ് നിൽക്കുന്ന കോവൂർ സ്വദേശി ശശിയാണ് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ അപകടത്തിൽപ്പെട്ട് ഓടയിൽ വീണ് മരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിന പി ചിറക്കൽ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമത്തിൽ സർക്കാരിന് തിരിച്ചടി. കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റേതാണ് വിധി. ഹർജി ഫയൽ ചെയ്യാൻ വഖഫ് സംരക്ഷണ വേദിക്ക് അവകാശമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, വിശദാംശങ്ങൾ. മുനമ്പം വഖഫ് ഭൂമിയായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ ബോർഡാണ് അന്തിമ തീരുമാനം, വഖഫ് ബോർഡാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മുനമ്പം ജുഡീഷ്യൽ നിയമന ഉത്തരവും ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റേതാണ് നിർണായക വിധി. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി സമരവും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഒരു നിർണായക വിധിയും കൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജികളടക്കം ഹൈക്കോടതിയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നിർണായക വിഷയത്തിൽ വിധി വന്നിരിക്കുന്നത്. വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ വഖഫ് ബോർഡിനാണ് നിർണായക തീരുമാനമെടുക്കാനുള്ള അധികാരമെന്നാണ് അല്പം മുമ്പ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കമ്മീഷന്റെ നിയമനവും ഇതേപോലെ ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ സമരത്തിന് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നുള്ള കാര്യവും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഹൈക്കോടതി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. വൃന്ദ, സാനു, ഈ തീരുമാനം വഖഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയിൽ ഈ ഒരു വിഷയം വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയാണുള്ളത്. അതിൽ ഈ ജുഡീഷ്യൽ സമിതിക്ക് ഇടപെടാനാകില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ബോർഡ് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ അവരുടെ ഭൂമിയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും തീരുമാനമെടുക്കാനായിട്ടുള്ള അനുമതി വഖഫ് ബോർഡിന് തന്നെയാണ്. അതിന് മറ്റാർക്കും ഇടപെടാനായിട്ടുള്ള അധികാരമില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊക്കെ സർക്കാരിന് കൈക്കൊള്ളാമെങ്കിലും അത് തടയാനോ അതിനെതിരെ നടപടി സ്വീകരിക്കാനോ ഒന്നും ആകില്ലെന്നുള്ള ഇല്ലെന്നും ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങളൊക്കെ അല്പം സമയത്തിന് ശേഷം ഉണ്ടാകും. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ വളരെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമരസമിതിയുടെയും അതുപോലെ അതിൻ്റെ ഭാഗമായി ആൾക്കാരുടെയൊക്കെ നേതാക്കളുടെയൊക്കെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർണായക ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സാനു, ഈ വിഷയത്തിൽ സർക്കാരിന് വിവേചനാധികാരമുണ്ട്. പക്ഷേ ഈ അന്തിമ തീരുമാനം വഖഫ് ബോർഡിൻ്റെതായിരിക്കും. നിലവിൽ കേന്ദ്രത്തിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയം കൂടിയാണ്. അതിനാൽ തന്നെ മറ്റൊരു ജുഡീഷ്യൽ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് നിയമ സാധുതയില്ല അല്ലേ? തീർച്ചയായിട്ടും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അതേപോലെ സംഭവങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും കോഴിക്കോടും മുനമ്പവും തിരുവനന്തപുരത്തും അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള സമാന രീതിയിലുള്ള കേസുകളുണ്ട്. എന്തായാലും ഇത് മുനമ്പത്തെ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത്. എന്തായാലും സർക്കാരിന് ഇതിൽ വിവേചനാധികാരമുണ്ടെങ്കിലും അതിൽ കൂടുതൽ നടപടിയെടുക്കാനായിട്ട് അധികാരമില്ല എന്നുള്ളൊരു വിഷയമാണ്. ഇതിൽ വഖഫിൻ്റെതാണ് ഭൂമി. അതുകൊണ്ട് തന്നെ വഖഫിനാണ്, ആ ബോർഡിനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ ഒരു വിധി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ആ വഖഫിനെതിരെ, ആ ഭൂമിക്കെതിരായിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇനിയും എന്താണ് അവരുടെ നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കി കാണേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക വിധി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സാനു, തുടരുക. KC ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഉണ്ണി, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തിൽ ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. ഒരു സുപ്രധാന വിധി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന രീതിയിൽ തന്നെ പറയേണ്ടതുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയിരിക്കുക എന്നതാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. വഖഫ് കേന്ദ്ര വിഷയമെന്ന് കോടതി പറയുന്നു. കമ്മീഷൻ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല.
കമ്മീഷൻ വസ്തുതാ പരിശോധനാ സമിതി എന്ന സർക്കാർ നിലപാട് പൂർണ്ണമായും തള്ളിയാണ് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്, കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഈ വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വഖഫ് കേന്ദ്ര വിഷയമെന്ന ഒരു നിലപാടാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. സാനു, ഈ വിഷയത്തിൽ ഈ കോടതിയുടെ നടപടി അത് ഏത് രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അതോടൊപ്പം തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുൻപത്തെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് അത് ഏത് രീതിയിലാകും അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? എന്തായാലും ഈ വഖഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വളരെ നാളുകളായിട്ട് നടക്കുകയാണ്. ഇതൊരു കേന്ദ്ര വിഷയമാണെന്ന് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ആ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിഷേധക്കാർ ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അവർ ഈ വഖഫ് ഭൂമിയായിട്ട് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അവർ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർണായക വിധിയും കൂടെ വന്ന സാഹചര്യത്തിൽ തുടർന്നുള്ള നടപടികൾ അവർ പ്രതിഷേധങ്ങളോ എന്താ മറ്റ് വിഷയങ്ങൾ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിനുള്ളിൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സാനു, ഒരു കാര്യം കൂടി, ഇതിന്റെ ഇനി അന്തിമ തീരുമാനം വഖഫ് ബോർഡിന്റേതാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വഖഫ് ബോർഡിന്റെ നിലപാട് അനുകൂലമാകാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ വഖഫ് ഭൂമിയായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് നടപടികൾക്കും ആ ഭൂമിയായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവകാശങ്ങളും വഖഫിൻ്റെതാണെന്നുള്ള ഒരു നിർണായക ഉത്തരവും ഈ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മുന്നോട്ടുള്ള പോക്കിൽ, അതായത് വഖഫ് ബോർഡിന്റെ നിലപാടും തീരുമാനങ്ങളും ഒക്കെ ഏറെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വഖഫിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും കോടതി വിധി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊന്നും എടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുമായി വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം തന്നെ കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും രണ്ട് ഭാഗം, അതായത് വഖഫ് ഭൂമിയുടെ ഭാഗത്തു നിന്നും അതേപോലെ അവിടുത്തെ സമരസമിതിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളൊക്കെ ഏറെ നിർണായകമാകും. എന്തായാലും വരും മണിക്കൂറുകൾ അതിൽ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ആ വിധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, തീർച്ചയായും എന്തായാലും ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം, വഖഫ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം, മുൻപം ഭൂമിയുമായി ബന്ധപ്പെട്ട് ആ ഭൂമിയുടെ ആ വിഷയം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ആ കമ്മീഷൻ അത് ആ നിയമനം റദ്ദാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ്, ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിൽ തന്നെ മുൻപം കമ്മീഷൻ ആയിരുന്ന അദ്ദേഹത്തിന്റെ CN രാമേന്ദ്രന്റെ ഒരു പ്രതികരണം കൂടി ഈ സമയത്ത് വരുന്നുണ്ട്. വ്യക്തിപരമായി കമ്മീഷൻ അഭിപ്രായമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും നിമിഷങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ അടക്കം നമുക്ക് ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. വഖഫ് കേന്ദ്ര വിഷയമെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. സർക്കാരിന് കമ്മീഷൻ നിയമിക്കാൻ അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അന്തിമ തീരുമാനം, അതായത് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം വഖഫ് ബോർഡിന്റേതാണെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. എന്തായാലും വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവുണ്ടായിരിക്കുന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. വൃന്ദ, ശരി. KC ഉണ്ണികൃഷ്ണൻ, സാനു എന്നിവരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി കൊല്ലം സ്വദേശി അനുരാജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്ന് പോലീസ് കണ്ടെത്തൽ. വിൽപ്പനയ്ക്കായി അനുരാജ് വാങ്ങിയ 4 കിലോ കഞ്ചാവെന്നും പോലീസ് മൊഴി നൽകി. കഞ്ചാവ് വാങ്ങുന്നതിന് 16,000 രൂപ ഗൂഗിൾ പേ വഴിയും ബാക്കി തുക നേരിട്ടും കൈമാറിയെന്ന പോലീസ്. വിശദാംശങ്ങളുമായി സാനു K. സജീവ് ചേരുന്നു.